നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവൽ മിൽക്ക് ആണ്. മലബാർ സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണിത്. അവൽ മിൽക്ക് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാത്തവരായിട്ട് കുറെ പേരെങ്കിലും കാണും അല്ലേ? അവർക്ക് വേണ്ടി ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. ഇതിപ്പം വൈറ്റ് കളറിലെ അവലാണ്, ബ്രൗൺ കളറിലെ ആണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഇതൊന്ന് ക്രിസ്പി ആവുന്നിടം വരെ ചൂടാക്കണം. ഇപ്പൊ അവല് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെയും പാനിൽ നിന്ന് മാറ്റാം. ദേ അവല് ചൂടാക്കിയതാണിത്. ഇനിയും എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴമാണ്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തത്. സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി പാളയൻകോടൻ പഴമാണ് എടുക്കാറ്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് റോബസ്റ്റ പഴം എടുത്തത്. ഇതിൽ റോബസ്റ്റ പഴം ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോളും. ഇതിനിയും ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇനിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തത്, അപ്പം വേഗം അങ്ങ് അലിഞ്ഞോളും. പഴം മൊത്തത്തിൽ അങ്ങ് ഉടയ്ക്കണ്ട, ഇടയ്ക്ക് ഇതേപോലെ പഴത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കത്തക്കോണം ഉടച്ചാൽ മതി. അപ്പൊ അതും റെഡിയായി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂനട്ട്സും കപ്പലണ്ടിയും ക്രഷ് ചെയ്തതാണ്. ഞാനിവിടെ ഹണി റോസ്റ്റഡ് പീനട്ട്സ് ആണ് എടുത്തേക്കുന്നത്. സാധാരണ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് മതി, ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മിക്സ്ഡ് കാൻഡീഡ് പീൽസ് ആണ് എടുത്തിട്ടുള്ളത്. ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരമാണ് ഇതെടുത്തത്. ട്യൂട്ടി ഫ്രൂട്ടി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇതൊന്നും എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്ര ഗ്ലാസ്സിലേക്കാണോ അവൽ മിൽക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഞാൻ ഒരു വലിയ ഗ്ലാസ്സിലാണ് അവൽ മിൽക്ക് തയ്യാറാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച പാലാണ്. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഹോർലിക്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹോർലിക്സ് തന്നെ വേണമെന്നില്ല, ബൂസ്റ്റോ ബോൺവിറ്റയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. മധുരം ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഇനിയും അവൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു വലിയ ഗ്ലാസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് ആദ്യം പഴം ഉടച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് അവൽ ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് കപ്പലണ്ടിയും കാഷ്യൂനട്ട് പൊടിച്ചതും ചേർക്കാം. ഇനി വീണ്ടും കുറച്ച് അവൽ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും കുറച്ച് മിക്സ്ഡ് കാൻഡീഡ് പീൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും നേരത്തെ തയ്യാറാക്കി വെച്ച പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയിരുന്ന കാഷ്യൂനട്ടും കപ്പലണ്ടിയും മിക്സ്ഡ് കാൻഡീസും വെച്ച് ഗാർണിഷ് ചെയ്യുകയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്